വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വാർഷിക യോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ചെറുപുഴ ലയൺസ് ഹാളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മെച്ചേരി വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന സാഹചര്യം, മക്കൾ പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്ക് കടന്നുപോകുന്ന സാഹചര്യം, വേറെ ആരുടെയും സഹായമില്ലാതെ തുണയില്ലാതെ ജീവിക്കാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം, വസ്ത്രം, സംരക്ഷണം, മരുന്ന് ഇത് നൽകാൻ ഈ ആശ്രയ പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങും, കെട്ടിടം പണിയും, അവർക്ക് ആവശ്യമായ സംരക്ഷണം മരണം വരെ നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കും എന്ന് പറഞ്ഞു. അത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ണൂരിനടുത്ത് സ്ഥലം വെക്കുന്നു. കാരണം കണ്ണൂരിനടുത്ത് സ്ഥലം വെക്കുന്നു നോക്കുന്ന ഭാഗമല്ല, എൻ്റെ നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലം. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മറ്റുള്ള ബുദ്ധിമുട്ടുകളും സ്കൂൾ സംഘങ്ങളും വ്യാപാരവും ഒക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിതിനെയൊക്കെ നിയമം മൂലം ചെറുത്തു നോക്കുക കാലതാമസം വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓൺലൈൻ വ്യാപാരത്തിന് ഗവൺമെന്റ് യഥേഷ്ടം ലൈസൻസുകൾ കൊടുത്തു കഴിഞ്ഞു, നമുക്കത് നിരോധിക്കാൻ കഴിയില്ല. എന്നാൽ അപൂർവം ചില സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനമെടുത്ത് സൂപ്പർ മാളുകളും സൂപ്പർ മാർക്കറ്റുകളെയും ആ സംസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് വരുന്നു. 254 കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മരണം മൂലം വേർപെട്ടു പോയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് കൈത്താങ്ങായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരോടൊപ്പം 10,000 പേർ ചേർന്ന് നിൽക്കുന്നുവെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആശ്രയ പദ്ധതി ആരംഭിച്ചത്. 10 ലക്ഷം രൂപ 25.4 കോടി രൂപ മരണപ്പെട്ടവർക്കും വിവിധ ഇനങ്ങൾ ചികിത്സ സഹായങ്ങൾ നമ്മുടെ യൂണിറ്റിൽ ലഭിച്ച 1.25 ലക്ഷം രൂപ ഉൾപ്പെടെ 2 കോടിയിലധികം രൂപയും നൽകുവാൻ വേണ്ടി ഈ 4 വർഷം കൊണ്ട് ജില്ലാ ആശ്രയ പദ്ധതിക്ക് സാധിച്ചു. സെക്രട്ടറി ATV രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോൺസൺ C പടിഞ്ഞാത്ത് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഈ സ്കൂളുകളിലും മറ്റും വിപണനം തുടങ്ങിയ അവസ്ഥ പരിഹരിക്കാൻ വ്യാപാര രംഗത്തിനെ സാരമായി ബാധിക്കുന്ന പ്രശ്നം പരിഹരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാക്കി ഈ ജനറൽ ബോഡി മീറ്റിങ്ങിനെ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ 2 വർഷമായി ചെറുപുഴ യൂണിറ്റ് നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രധാനമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. വ്യാപാരോത്സവം ഏറ്റവും പ്രധാനമായി സംസ്ഥാനത്തിൻ്റെ യൂണിറ്റുകൾ വളരെ ബുദ്ധിമുട്ടി നടത്തുന്ന, വളരെ ചെറിയ രീതിയിൽ നടത്തുന്ന പ്രവർത്തനം വളരെ ഒരു കാലത്തിന് മാസമായി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. അതുപോലെ കുടുംബസംഗമം 700ഓളം ആളുകൾ പങ്കെടുച്ചുകൊണ്ട് കുടുംബസംഗമം നല്ല പങ്കാളിത്തത്തോടെ യൂണിറ്റ് നടത്തുവാൻ സാധിച്ചു. അതിലുപരിയായി യൂണിറ്റിന്റെ ഈ 2 വർഷക്കാലം യൂണിറ്റിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പ്രവർത്തന വർഷം ഈ നേതൃത്വം കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ആവശ്യമായ ചർച്ചകൾ ഇന്നിവിടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് 12,000 രൂപ. വാടകയിലാണ് മിനി ഹാൾ 10,500, ടോബി തോമസ് 2,03,250, മഹത് പേസ് 41,875. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ നിയാസ് സ്വാഗതം പറഞ്ഞു. ആശ്രയ ക്ഷേമ പദ്ധതികളുടെ സഹായ വിതരണം മുതിർന്ന അംഗമായ ലക്ഷ്മണന് യാത്രയയപ്പ് നൽകി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി NV കുഞ്ഞിരാമൻ, മേഖലാ പ്രസിഡന്റ് റോയി ജോസ്, മേഖലാ ട്രഷറർ TV സുജിത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ്, വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. വ്യാപാരികളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഇന്ന് ശരി പറഞ്ഞാൽ ഒരാൾ ആരുമില്ല എന്നുള്ളതാണ് സത്യം. 600 പേരുള്ളതായ പ്രസ്ഥാനത്തിന് ഒരു വ്യാപാരികൾ ഒരു വ്യാപാര മന്ത്രിയില്ല. നമ്മുടെ 28-30 ജനൽപ്പടിയിൽ കാട്ടിയാൽ മാത്രമേ നമ്മുടെ ഒരു കടലാസ് പൂർത്തീകരിച്ച് കിട്ടുകയുള്ളൂ. നമുക്കൊരു വ്യാപാര വകുപ്പുണ്ടായിരുന്നെങ്കിൽ, ഒരു വ്യാപാര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ, സഹകരണ മന്ത്രി പോലെയും സാമൂഹ്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലെയും നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. വ്യാപാരികളുടെ ഈ പ്രയാസങ്ങൾ പകുതിയോളം മാറി കിട്ടുമായിരുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.